ഹായ് ഫ്രണ്ട്സ്, AK ക്രിയേഷൻസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡിഷിൻ്റെ സ്റ്റാൻഡിൻ്റെ അടിയിലുള്ളതും മുകൾ ഭാഗത്തും ഇതുപോലെ റൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. മഴവെള്ളം കൊണ്ടുകഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് ചീത്തയായി പോകാറുണ്ട്. പെയിൻറ് ചെയ്യാത്തത് കൂടുതലും ചീത്തയായി പോകാറുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് എനിക്കിങ്ങനെ ഒരു റൗണ്ട് വേണം. എൻ്റെ ഡിഷിൻ്റെ ചീത്തയായപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ഇൻട്രസ്റ്റിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് റിങ്, അതായത് ഇരുമ്പെല്ലാം റൗണ്ട് ആക്കിയിട്ടും നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ പോയാൽ മതി. ഞാൻ ഷോപ്പിൽ വന്നാണ്. ഷോപ്പിൽ വന്നപ്പോൾ അവരോട് പറഞ്ഞ എത്ര ഇഞ്ച് അകലത്തിൽ നിങ്ങൾക്കൊരു ഷേപ്പിൽ റൗണ്ട് ആക്കി തരണം പറഞ്ഞു. അപ്പോൾ അവരതിൻ്റെ അളവെല്ലാം എടുത്തിട്ട് ഓക്കെ അവർ ശരിയാക്കി തരുന്നുണ്ട്. അപ്പോൾ നോക്കാം, ഇത് നല്ല റൗണ്ട് ആക്കിയിട്ട് അവർ ശരിയാക്കി തരുന്നുണ്ട്. നല്ല കറക്റ്റ് നമ്മൾ പറഞ്ഞ അളവിൽ എത്ര ഇഞ്ചാണോ വേണ്ടത് അത് കറക്റ്റായിട്ട് അളവാക്കി തരും. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ചീത്തയായ ഡിഷിൻ്റെ സ്റ്റാൻഡിൻ്റെ ആ റൗണ്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡ് ഡിഷിനോട് ചേർന്നുള്ള മുകൾ ഭാഗത്തുള്ള റൗണ്ടോ നിങ്ങൾ അളവെടുക്കണം. എത്ര ഇഞ്ച് അകലത്തിലാണോ വരുന്നത് അത് അളവെടുത്തതിന് ശേഷം അവരൊരു ഷോപ്പിൽ പോയിട്ട് ഇത്ര ഇഞ്ച് അകലത്തിൽ റൗണ്ടായിട്ട് വേണമെന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് എത്ര ഇഞ്ചാണോ പറഞ്ഞാൽ അത് ശരിയാക്കി തരും. ഞാനിവിടെ പറഞ്ഞുള്ള 22.25 ഇഞ്ചാണ്. ചില ഷോപ്പിൽ അവരെ ഇൻട്രസ്റ്റിലുണ്ടായിരിക്കും. ഞാൻ അവരോട് തന്നെ എൻ്റെ പഴയ ഡിഷിൻ്റെ ആ സ്റ്റാൻഡിൻ്റെ ക്ലിപ്പ് എടുത്തിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാണ്. ഇതിനും ഒരു അളവുണ്ടായിരിക്കും. നിങ്ങളുടെ പഴയ ഡിഷിൻ്റെ എത്ര അളവാണോ അത് കറക്റ്റായിട്ട് വെക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റിൽ പോയാൽ അവർ ശരിയാക്കി തരും. ഇൻട്രസ്റ്റിലല്ല ഇങ്ങനെ വളച്ച് കൊടുക്കുന്ന കമ്പിയെല്ലാം നല്ല ഷേപ്പിൽ വളയ്ക്കുന്ന ഷോപ്പിൽ വേണം സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോവാൻ. ഞാൻ എൻ്റെ പഴയ ഡിഷിൻ്റെ ഇത് ക്ലിപ്പ് ആ ലോക്ക് കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് കൊണ്ടുവരുന്നു. അപ്പോൾ അവർ ഇൻട്രസ്റ്റ് ഇരുന്ന് അവർ തന്നെ അത് ജോയിൻ ചെയ്ത് കറക്റ്റ് അളവിലുണ്ടാക്കി തന്നു. ഞാൻ എൻ്റെ അളവും കാര്യങ്ങളും നേരത്തെ കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് പഴയ സ്റ്റാൻഡിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഇൻട്രസ്റ്റ് പോയി ചെയ്യാൻ. എന്നാലായിരിക്കും നമുക്ക് പഴയതും ഉണ്ടാക്കുന്നതും കൂടി കറക്റ്റ് സെറ്റ് ആവുള്ളൂ. വീഡിയോ ഞാൻ വിശദമായിട്ടെല്ലാം കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡിഷിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. എൻ്റെ 1-2 ഡിഷിൽ വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഡിഷിന് എനിക്ക് 22.25 ഇഞ്ചാണ്. പിന്നെ ഇതിൻ്റെ മുൻപിലുള്ള ഈ ഒരു അളവുണ്ട്, അതുപോലെ പുറകത്തത് പ്രശ്നമില്ല, സെൻറ്റർ ഭാഗമാക്കി വെച്ചാൽ മതി. എന്നാലും നമുക്കതൊരു കറക്റ്റായിട്ട് വെക്കണം. അത് നിങ്ങൾക്ക് പഴയ സ്റ്റാൻഡിൻ്റെ അടിഭാഗത്ത് ഉണ്ടെങ്കിൽ അടിഭാഗത്ത് എടുത്തിട്ട് ഇതുപോലെ അളവെടുക്കണം. എൻ്റേത് ഫ്രണ്ട് ഭാഗം 11.25 ഇഞ്ചാണ്. എൻ്റെ അടുത്ത് 1-ലധികം ഡിഷ് ഉള്ളതുകൊണ്ട് തന്നെ അതിലെല്ലാം വ്യത്യസ്തമായ അളവാണുള്ളത്. അപ്പോൾ 11.25 ഇഞ്ചാണുള്ളത്. അപ്പോൾ പുതിയത് നമുക്ക് ഇതുപോലെ 11.25 ഇഞ്ചാണ് വരേണ്ടത്. അതായത് മുൻഭാഗത്തുള്ള അളവാണ് എടുത്തുള്ളത്. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് ഇതുപോലെ കൊണ്ടുവന്ന ശേഷം സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാവും. വ്യത്യസ്തമായ അളവിലാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോകുമ്പോൾ കറക്റ്റ് അളവിൽ വേണം കൊണ്ടുപോകാൻ. എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിൽ നോക്കണം. ബാക്കിൽ ഏകദേശം സെൻറ്ററാണ് വരിക. എന്നാലും രണ്ടും കറക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു പിരിച്ചിലെല്ലാം വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ വേണം നമുക്കൊരു ഡിഷിൻ്റെ സ്റ്റാൻഡ്, അതായത് റൗണ്ട് ഉണ്ടാക്കാൻ. തൊട്ടടുത്തുള്ള ഇൻട്രസ്റ്റിൽ പോയാൽ മതി. ചിലപ്പോൾ അവർ തന്നെ അങ്ങനത്തെ ഷോപ്പ് പോയിട്ട് ഉണ്ടാക്കി തരും. ഞാനിതൊന്ന് പെയിൻറ്റ് ചെയ്തതാണ്. മഴക്കാലം തുരുമ്പൊന്നും പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടി പെയിൻറ്റ് ചെയ്തതാണ്. പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് കാലത്തേക്ക് നിൽക്കും. പിന്നെ ഞാനിതൊന്ന് സെറ്റ് ചെയ്തുകൊണ്ട് കാണിക്കാം. കണ്ടല്ലോ, നല്ല പക്ക കറക്റ്റായിട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ പുതിയൊരു ഡിഷ് ഞാൻ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ വീഡിയോകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കുമായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താലും കൂടെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.